ഹരേ കൃഷ്ണ. ഏവർക്കും എൻ്റെ ബ്ലൂ കൃഷ്ണ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോണ വിഷയം വന്നിട്ട് യഥാർത്ഥ സ്നേഹം, ട്രൂ ലവ്, അല്ലെങ്കിൽ നമ്മുടെ സോൾമേറ്റ് ആരാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത്. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കാം. ഇപ്പോൾ ഇപ്പോൾ കുറേ കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയ ആയാലും ശരി, ഓൺലൈൻ സോഷ്യൽ മീഡിയ, ന്യൂസ് പേപ്പർ, ഏതെടുത്താലും നമുക്കറിയാം ഇപ്പോഴത്തുള്ള സ്നേഹം എങ്ങനെയാണ് നിലനിന്ന് പോകുന്നതെന്ന് നമുക്ക് ഏകദേശം തിരിച്ചറിയാൻ കഴിയും. ഇപ്പോഴത്തുള്ള സ്നേഹബന്ധം എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ അവരുടെ കാശിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ സ്നേഹബന്ധം, അങ്ങനെ അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്നേഹബന്ധം, അതും അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥത, അവരുടെ സെൽഫിഷ്നെസ്, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ സ്നേഹബന്ധം, അങ്ങനെ അല്ലെങ്കിൽ കാമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്നേഹബന്ധം. ഇപ്പം നമ്മൾ കുറേ കാണുന്നുണ്ട്. ഇപ്പോൾ പ്രശസ്ത അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വലിയ വലിയ സെലിബ്രിറ്റി ആയാലും ശരി, അവരുടെ ഫെയിം നിലനിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രീതിയിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തി അവർ കല്യാണം കഴിച്ച് കയറി വന്നാൽ ഒരു 2-3 മാസം ആകുമ്പോൾ അതിനുള്ളിൽ ഡിവോഴ്സും അങ്ങനെ ഡിവോഴ്സ് നോട്ടീസും പിരിയുന്നത് നമ്മൾ ന്യൂസിലും സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. പിന്നെ ഇപ്പോൾ ഈ കേരളത്തിൽ വന്നിട്ട് ഈ റീസെൻ്റായി നടന്നത് മാംഗോ ജ്യൂസ് സ്നേഹം, മാംഗോ ജ്യൂസ് കൈമാറിയുള്ള സ്നേഹം, അതിപ്പോൾ എല്ലാവർക്കും അറിയാം. ഇങ്ങനെയൊക്കെയാണ് പോണത് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴത്തുള്ള സ്നേഹബന്ധങ്ങൾ. അങ്ങനെ അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഈ സൗന്ദര്യം നിലനിൽക്കും തോറും മാത്രമേ അവർക്ക് ചിലപ്പോൾ സ്നേഹം ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ വിട്ടിട്ട് പോകും. പിന്നെ വന്നിട്ട് സ്വാർത്ഥത, സെൽഫിഷ്. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഇരിക്കണം, എന്നെ ഇങ്ങനെ കെയർ ചെയ്യണം, എൻ്റെ കാര്യം മാത്രം നോക്കി ഞാൻ സന്തോഷമായിരിക്കണം, എന്നെ ഇങ്ങനെ കെയർ ചെയ്യണം, എന്നെ ഇങ്ങനെ പുറത്ത് കൂട്ടിക്കൊണ്ട് പോകണം, എൻ്റെ മാത്രം നോക്കിയിട്ട് നമ്മൾ ഒരാളുടെ മേലെ എക്സ്പെക്റ്റേഷൻ ചെയ്യണത് അത് യഥാർത്ഥ സ്നേഹമല്ല. അതിനെ നമ്മൾ നോക്കുമ്പോൾ സെൽഫിഷ്നെസ് ആണ് പറയണത്. ഇപ്പോൾ നിറയെ പേരെ ഞാൻ അറിയുന്നുണ്ട്. ഇപ്പോൾ മാരേജ് കഴിക്കണ മുമ്പായാലും ശരി, കല്യാണം കഴിച്ച ശേഷമാണെങ്കിലും ശരി, അവരുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്, അവർക്ക് അപ്പോഴും അവരെന്ത് പറയുക, എന്നെ ഇങ്ങനെ കെയർ ചെയ്യണില്ല, എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പോയില്ല, അങ്ങനെ അവിടെ മത്സരം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് അവർ അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോകും, ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവിടെ സങ്കടവും ദുഃഖങ്ങളും മാത്രമേ വരുള്ളൂ. അപ്പോൾ ആരോട് ചോദിച്ചാലും ഇപ്പോൾ നമ്മൾ യഥാർത്ഥ സ്നേഹത്തിനെ കുറിച്ച് ചോദിച്ചാൽ അവരെ കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ്. അവർക്ക് യഥാർത്ഥ സ്നേഹം ആർക്കും തിരിച്ചും അറിയില്ല, ഇതാണോ യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞിട്ട്. കാരണം ഇപ്പോഴത്തുള്ള സ്നേഹം വന്നിട്ട് ലിവിങ് ടുഗദറാണ്. അവർക്ക് ഒരു വർഷം 2 വർഷം ഇപ്പോൾ ജീവിക്കും, എന്നിട്ട് അവർ ഇഷ്ടപ്പെട്ടെങ്കിൽ കല്യാണം കഴിക്കും, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെയായി കാലങ്ങൾ ഇപ്പോൾ. അപ്പോൾ യഥാർത്ഥ സ്നേഹം വെച്ചാൽ എന്താ പറയും? ഇപ്പോൾ യഥാർത്ഥ സ്നേഹം എന്ന് വെച്ചാൽ ഒരാളിനെ നമ്മൾ ഇഷ്ടപ്പെടും തോറും നമുക്ക് അവർക്ക് എന്താണോ ഇഷ്ടം, അവർക്ക് എന്താണോ ഇഷ്ടം, ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ നമ്മൾ പ്രവർത്തിക്കുകയുള്ളൂ. കാരണം എന്നാലല്ലേ അവരുടെ മേലെ നമ്മൾ സ്നേഹം വെച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഒരാളുടെ മേലെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടത് അവർക്ക് എന്താ ഇഷ്ടം എന്ന രീതിയിൽ നമ്മൾ അവർക്ക് സർവീസ് ചെയ്യും, സേവ ചെയ്യും. അതാണല്ലോ യഥാർത്ഥ സ്നേഹം. അല്ലെങ്കിൽ അത് യഥാർത്ഥ സ്നേഹമല്ല, അത് കച്ചവടമാവും. നിങ്ങൾ ഇത് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഇത് ചെയ്യുള്ളൂ എന്ന രീതിയിലായിരിക്കും. പിന്നെ വന്നിട്ട് കാശിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ സ്നേഹബന്ധം. അവർ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം അവരാണ് യഥാർത്ഥ സ്നേഹം. ഇവർ നോക്ക്, വെറും ഗ്രീറ്റിംഗ് കാർഡ് മാത്രമേ തന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ജഡ്ജ് ചെയ്യണത് യഥാർത്ഥ സ്നേഹത്തിന്. അവർ വന്നിട്ട് എന്തുണ്ടെങ്കിലും എനിക്ക് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാരിയും ഇത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള വാച്ച് ഗിഫ്റ്റ് ചെയ്തു, പക്ഷേ ഇവർ നോക്കി എനിക്ക് ഗ്രീറ്റിംഗ് കാർഡേ ചെയ്തോളൂ, എൻ്റെ ബർത്ത്ഡേ ആയിട്ടും ഇങ്ങനെ ചെയ്തോളും പറഞ്ഞിട്ട് അങ്ങനെ അടിസ്ഥാനത്തിൽ നോക്കണവരുണ്ട്. അതൊന്നും യഥാർത്ഥ സ്നേഹമേ അല്ല. അതൊക്കെ ഒന്ന് നോക്കിയാൽ അതൊക്കെ സെൽഫിഷാണ്, സ്വാർത്ഥതയാണ്, അവരുടെ സ്വാർത്ഥതയാണ്. അവരുടെ സന്തോഷം മാത്രമാണ് നോക്കിക്കൊണ്ട് പോണത്. എല്ലാവരും അവരവരുടെ സന്തോഷമാണ് നോക്കിക്കൊണ്ട് പോണത്. അതെന്താകും, ജീവിതം ലാസ്റ്റ് വരെയും നിലനിൽക്കില്ല. എപ്പോഴും സങ്കടം ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ട്രൂ ആയിട്ട് നമ്മൾ സ്നേഹം വെച്ചാലും അതും താൽക്കാലികം മാത്രമാണ്. നമ്മളിപ്പോൾ ഒരാൾക്ക് ജനനം ഉണ്ടെങ്കിൽ മരണം ഉണ്ടാവും, കറക്റ്റ് അല്ലേ? അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ക്വാളിറ്റിയാണ്, നമ്മൾ ആരെങ്കിലൊക്കെ നമ്മൾ സ്നേഹിക്കണം, ആരെങ്കിലൊക്കെ നമ്മൾ സേവ ചെയ്യണം. അതാണ് മനുഷ്യന്മാരുടെ വൺ ഓഫ് ദ ക്വാളിറ്റി. അപ്പോൾ അത് നമ്മൾ പെർമനൻ്റായിട്ട് നിരന്തരമായിട്ട് നമ്മൾ ആരിനെ സ്നേഹിക്കണം എന്ന് നിരന്തരമായിട്ടുള്ള ആരിൻ്റെ മേലെ യഥാർത്ഥ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കാൻ കഴിയും. ആരിൽ നിന്ന് നമുക്ക് നിരന്തരമായിട്ട് സ്നേഹം നമ്മൾക്ക് കിട്ടും. ബുദ്ധിയുള്ളവർ അതേ ചിന്തിക്കുള്ളൂ, കറക്റ്റ് അല്ലേ? ഇപ്പോൾ നമ്മുടെ യഥാർത്ഥ സോൾമേറ്റ് ഇപ്പോൾ ഈ കാലത്ത് എല്ലാവരും സെർച്ച് ചെയ്ത് പോകും, എന്നിട്ട് അവർ സ്നേഹിക്കും, അതും നിലനിൽക്കില്ല. ഒന്നില്ലെങ്കിൽ നമ്മളും മരിക്കും, അവരും മരിക്കും.
മരിച്ചെങ്കിൽ തിരിച്ച് ഇനി ഒരു ജന്മം ഉണ്ടാവും. അതേപോലെ അവിടെയും ഇതേപോലെ കപടമായിട്ടുള്ള സ്നേഹം ഉണ്ടാവും. എന്നിട്ട് എന്താവും, പിന്നെയും മരിക്കും. അവിടെയും സങ്കടം ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ യഥാർത്ഥ സോൾമേറ്റ് ആരാണ്? ഭഗവാൻ പറയുന്നത് ഭഗവത്ഗീതയിൽ 15-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകത്തിൽ സർവസ്യ ചഹം ഹൃദി സന്നിവിഷ്ടവും, ഞാൻ എല്ലാവരുടെ ഹൃദയത്തിലുണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇപ്പോൾ എല്ലാവരും പറയും എൻ്റെ ഹൃദയമാണ് അവർ, എൻ്റെ ഹൃദയത്തിൽ അവനുണ്ട് അവളുണ്ട് എന്ന് പറയും. ലാസ്റ്റ് എന്താവും, അതൊന്നും എല്ലാം താൽക്കാലികമായിരിക്കും. പക്ഷേ ഭഗവാനാണ് നിരന്തരമായിട്ടാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. അപ്പോൾ നമ്മുടെ യഥാർത്ഥ സോൾമേറ്റ് ആരാണ്? ഭഗവാൻ തന്നെയാണ്. അത് നമ്മൾ തിരിച്ചറിയാൻ കഴിയണം. നമുക്ക് എന്തായാലും ജനനം ഉണ്ടെങ്കിൽ മരണം ഉണ്ടാകും, മരണം ഉണ്ടെങ്കിൽ ജനനമുണ്ട്. അപ്പോൾ യഥാർത്ഥ സോൾമേറ്റ് ആരാണ്? എല്ലാപ്പോഴും ഭഗവാനാണ് ഹൃദയത്തിലുള്ളത്. അപ്പോൾ ഭഗവാനെ നമ്മൾ തിരിച്ചറിയാൻ സാധിക്കണം. ഇപ്പോൾ ഈ കാലത്ത് ഒരു അമ്മ ഒരു കുട്ടികളുടെ മേലെ വെക്കണ സ്നേഹം കൂടി കാപട്യമാണ്. എന്താ പറഞ്ഞാൽ അതും കൂടി യഥാർത്ഥ സ്നേഹമല്ല. ഇപ്പോൾ വെക്കണ ഇപ്പോൾ ഉള്ള അമ്മമാരായാലും ശരി കുട്ടികളായാലും അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ് കുട്ടികളുടെ മേലെ സ്നേഹം വെക്കുന്നത്. ന്യൂസിലും കാണാം, സോഷ്യൽ മീഡിയയിലും കുറേ പേരുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയാം. അങ്ങനെയാണ് ഇപ്പോഴത്തുള്ള സ്നേഹം പോയിക്കൊണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരുടെ മേലെ സ്നേഹം വെക്കാം? ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മേലെയാണ് സ്നേഹം വെക്കേണ്ടത് യഥാർത്ഥത്തിൽ. കാരണം നമ്മുടെ യഥാർത്ഥ സോൾമേറ്റ് ആരാണ്? ഭഗവാൻ തന്നെയാണ്. ഭഗവാനെ നമ്മൾ തിരിച്ചറിയണം. ഭഗവാൻ ഈ കാണുന്ന പോലെ സൗന്ദര്യമായാലും ശരി, ഭഗവാന്റെ ഫെയിം ആയാലും ശരി, ക്വാളിറ്റി വെൽത്ത് ആയാലും ശരി, അതെല്ലാം ഡബിൾ മടങ്ങാണ്. ആരെ നമ്മൾ തിരിച്ചറിയണം? ഭഗവാനെ നമ്മൾ തിരിച്ചറിയണം. ഭഗവാനെ തിരിച്ചറിഞ്ഞ് നമ്മൾ സ്നേഹിക്കണം. അതാണ് യഥാർത്ഥ സ്നേഹം. അപ്പോൾ ഈ ഭഗവാനെ തിരിച്ചറിയാൻ തോറുമേ മാത്രമേ നമുക്ക് ഭഗവാൻ നമുക്ക് എത്ര ചെയ്യുന്നുണ്ട്, ഭഗവാനെ കുറിച്ച് തിരിച്ചറിയാൻ, ഭഗവാൻ എത്ര വലിയ കാരുണ്യവാനാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. തിരിച്ചറിഞ്ഞ് എന്നാലും നമുക്ക് ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഭഗവാനെ എങ്ങനെ നമ്മൾ തിരിച്ചറിയാൻ വെച്ചാൽ നമ്മൾ ഭഗവാനെ കുറിച്ച് ശ്രവിക്കണം, കേട്ട് തിരിച്ചറിയണം. എന്നാലും നമുക്ക് ഭഗവാന്റെ മേലുള്ള ഒരു ബന്ധം നമ്മൾ പറ്റുള്ളൂ. അപ്പോൾ തിരിച്ചറിയും അതാണ് യഥാർത്ഥത്തെ ലവ്. ഏറ്റവും വലിയ സൗന്ദര്യം ആരാണ്? ഭഗവാൻ തന്നെയാണ്. ഓരോരോ ആചാര്യന്മാർ വർണ്ണിക്കുന്നതാണ്. ഭഗവാൻ ഭയങ്കര സൗന്ദര്യമാണ്. കന്ദർപ്പ കോടി കമനീയ വിശേഷ ശോഭം. കോടിക്കണക്കിന് കാമധേനുകളും കൂടി ഭഗവാന്റെ സൗന്ദര്യം കണ്ട് മയങ്ങിപ്പോകുക. ഒരു കാമധേനു കോടിക്കണക്കിന് കോടി കമനീയ വിശേഷ ശോഭം, കോടിക്കണക്കിന് കാമധേനും കൂടി ഭഗവാന്റെ സൗന്ദര്യം കണ്ട് മയങ്ങിപ്പോവുക. ആലോചിച്ച് നോക്കൂ. അപ്പോൾ എത്ര വലിയ സൗന്ദര്യമായിരിക്കും ഭഗവാൻ. അപ്പോൾ എത്ര വലിയ കാരുണ്യവാനാണ് ഭഗവാൻ. അതൊക്കെ നമ്മൾ തിരിച്ചറിയാം. അതൊക്കെ ആചാര്യന്മാർ വർണ്ണിക്കുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്താ പറയുക, ഗൂസ് ബംസ്. യഥാർത്ഥ സ്നേഹം നമ്മുടെ ചൈതന്യ മഹാപ്രഭു ശിക്ഷാഷ്ടകത്തിൽ പറയുന്നുണ്ട്. ന ധനം ന ജനം ന സുന്ദരിൻ കവിതാം വാ ജഗദീശ കാമയേ മമ ജന്മനീശ്വരേ ഭവതാത് ഭക്തിർ ഹൈ ത്വയി. ഭഗവാൻ പറയുന്നുണ്ട്, ചൈതന്യ മഹാപ്രഭു, എനിക്ക് വെൽത്ത് വേണ്ട, പിന്നെ നല്ല സൗന്ദര്യമായിട്ടുള്ള സ്ത്രീകൾ വേണ്ട, എന്നെ അധികം ഫോളോവേഴ്സും വേണ്ട. എനിക്ക് എത്ര ജന്മം കിട്ടിയാലും ഭക്തിപൂർവം ഭഗവാനെ പരിചാര്യ മാത്രം മതി, ഭഗവാനെ എനിക്ക് സേവിക്കാൻ കഴിഞ്ഞാൽ മാത്രം മതി എന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ. ഒന്നും വേണ്ട, എനിക്ക് അവർ മാത്രം മതി. എത്ര കഷ്ടത ഉണ്ടെങ്കിലും എനിക്ക് ഭഗവാനെ ഭക്തിപൂർവ്വം മാത്രം സേവിച്ചാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. അതാണ് യഥാർത്ഥ ഭക്തി, യഥാർത്ഥ പ്രേമം, ട്രൂ ലവ്. അതിന് അറിയാം അത് അങ്ങനെ യഥാർത്ഥ സ്നേഹം ആരുടെ മേലെ വെക്കാൻ കഴിയും മാത്രം. അത് നമുക്ക് ഭഗവാനോട് മാത്രമേ നമുക്ക് വെക്കാൻ കഴിയുള്ളൂ. വേറെ ആരുടെ മേലെയും നമുക്ക് യഥാർത്ഥ സ്നേഹം നമുക്ക് വെക്കാൻ കഴിയില്ല. കാരണം ഭഗവാനാണ് നമ്മുടെ എല്ലാം. ഹൃദയ സന്നിവിഷ്ടം, നമ്മുടെ ഹൃദയത്തിലും ഭഗവാൻ തന്നെയാണ്. സോ ആലോചിച്ച് നോക്കുക, അതാണ് യഥാർത്ഥ സ്നേഹം. ബാക്കി എല്ലാം തന്നെ കാപട്യമാണ്, താൽക്കാലികമാണ്. യഥാർത്ഥ സ്നേഹം എന്ന് വെച്ചാൽ ഭഗവാനെ നമ്മളുമുള്ള ബന്ധമാണ് യഥാർത്ഥ സ്നേഹം. കുറേ പേര് ഭക്തന്മാരെ ജീവിച്ച് കാണിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിനായിട്ട് കൂരൂരമ്മ, പൂന്താനം, മഞ്ജുളാദേവി. ഇവരൊക്കെ കൂരൂരമ്മയ്ക്ക് ഭഗവാനെ കാലത്ത് എത്രയോ കിലോമീറ്റർ കഴിഞ്ഞ് കാടും പുലർച്ചയ്ക്ക് 2 മണിക്കൊക്കെയാണ്
ഭഗവാനെ കാണാൻ വേണ്ടി കുറേ കിലോമീറ്റർ പോകണം. കാരണം നിർമ്മാല്യ ദർശനം കാലത്ത് 3 മണിക്കല്ലേ ഗുരുവായൂർ. അപ്പോൾ നിർമ്മാല്യ ദർശനം ഭഗവാനെ ആദ്യം നട തുറക്കുമ്പോൾ ഭഗവാനെ കാണണം പറഞ്ഞിട്ട് എത്രയോ കിലോമീറ്റർ പണ്ട് ആ കാലത്ത് നടന്നു വരും അത്രേ ഗുരുരമ്മ. അപ്പോൾ ഭഗവാന്റെ മേലെ സ്നേഹം വെച്ചാൽ നമുക്ക് ഭഗവാനെ തിരിച്ചറിയും തോറും നമുക്ക് അത്രയും ബന്ധമാണ് ഭഗവാനെ നമ്മ ഭഗവാന് വേണ്ടി എന്ത് ചെയ്യും. അതാണ് യഥാർത്ഥ സ്നേഹം. അല്ലാതെ ബാക്കിയുള്ള സ്നേഹമൊക്കെ വെറും താൽക്കാലികമാണ്, കാപട്യമാണ്. അതാണ് യഥാർത്ഥ സ്നേഹം. അപ്പോൾ അത് മനസ്സിലാക്കണം. ഞാനും ഭഗവാനുമുള്ള ബന്ധം മനസ്സിലാക്കും തോറുമാണ് നമുക്ക് യഥാർത്ഥ സ്നേഹത്തിനെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുക. ഇങ്ങനത്തുള്ള സ്നേഹം ഭഗവാന്റെ മേലെ മാത്രമേ നമുക്ക് ചെലുത്താൻ കഴിയുള്ളൂ. ബാക്കി ആരുടെ മേലെയും നമുക്ക് ചെലുത്താൻ കഴിയില്ല. അതാണ് നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം. കാരണം ഹൃദി ഭഗവാനാണ് പരമാത്മാവായിട്ട് നമ്മൾ ഹൃദയത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ സോൾമേറ്റാറാണ് ഭഗവാൻ തന്നെയാണ്. അപ്പോൾ കാരണം ആരിനെയും നമുക്ക് ഇതേപോലെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയില്ല. അത് നമ്മൾ തിരിച്ചറിയണം. അതിന് നമുക്ക് തിരിച്ചറിയുകയാണെങ്കിൽ ഭഗവാനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. ഭഗവാനെക്കുറിച്ച് ഹരികഥ നമ്മൾ കേൾക്കണം. ഭഗവാനെക്കുറിച്ച് നാമം ജപിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങൾ എല്ലാം മാറി ഭഗവാനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥ സ്നേഹം ബന്ധം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ വാലന്റൈൻസ് ഡേക്ക് എല്ലാവരും ഹരിനാമം ജപിക്കൂ, ഭഗവാനെ ദർശിക്കൂ, ഹരിയുടെ നാമം ജപിക്കൂ. എന്നാലേ നമ്മുടെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങളൊക്കെ മാറുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഏവർക്കും എൻ്റെ ഹൃദയപൂർവ്വം ഹാപ്പി കൃഷ്ണ വാലന്റൈൻസ് ഡേ. ഹരേ കൃഷ്ണ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. ഹരേ കൃഷ്ണ.